ഹലോ ഗൈസ്. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആകെ ക്ഷീണിച്ച് മടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ വെച്ച് കൂടാമെന്ന് വിചാരിച്ച് ഞങ്ങൾ സാധനം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. കപ്പ ബിരിയാണി മന്തിയാണ് ഞങ്ങളുടെ മനസ്സിൽ. കപ്പയൊക്കെ വാങ്ങി. ഇവിടുത്തെ റേറ്റ് ഭയങ്കര കൊടൂരമാണെങ്കിലും കഴിക്കാൻ നിന്നുമ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഇന്ത്യൻ സ്റ്റോറിൽ പോയി കപ്പയൊക്കെ വാങ്ങിച്ച് പിന്നെ അലി മാർക്കറ്റിൽ പോയി ബീഫും ചിക്കനും ഒക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്ന് എല്ലാം മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി വിചാരിച്ചു. കാരണം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചാലല്ലേ ചിക്കനിലേക്കെല്ലാം പിടിക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പണിയൊക്കെ തുടങ്ങി. ഓരോരുത്തരായിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ശ്രീലക്ഷ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എക്സാം ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ കൂട്ടത്തിൽ ഞങ്ങൾ അവളുടെ കേക്കും കൂടെ മുറിക്കാമെന്നൊക്കെ വിചാരിച്ച് കേക്കിൻ്റെ പരിപാടി ഒരു വശത്ത് കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അവിടെയുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കുകയായിരുന്നു കേട്ടോ. വിശന്നിട്ട് വയ്യായിരുന്നു, രാവിലെ പോയതാണ്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ മെല്ലെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പാർക്കിലേക്ക് പോയിട്ടോ. ഹൂക്സ്റ്റിൻ്റെ അടുത്താണ്, അടിപൊളി പാർക്കാണ്. നമുക്ക് വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ സ്വസ്ഥമായിട്ട് പോയിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി പാർക്ക് കേട്ടോ. ഞങ്ങളുടെ മനസ്സിൽ റീൽസ് എടുക്കുക എന്നുള്ളതായിരുന്നു വേറൊരാഗ്രഹം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വേഗം തട്ടിക്കൂട്ടി പഠിച്ച് ഞങ്ങളൊരു റീൽസും എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു ഇരുട്ടൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. കാരണം ഞങ്ങൾ കപ്പ ബിരിയാണി ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ, മന്തി ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വന്ന് കേക്കൊക്കെ സെറ്റ് ചെയ്ത് കേക്ക് മുറിക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. അവളാകെ സർപ്രൈസ്ഡ് ആയോന്ന് വെച്ചാൽ ഇല്ല, അവളോട് ഞങ്ങൾ ഏകദേശം പറഞ്ഞായിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു, അവൾ ഹാപ്പി ആയിട്ടോ. ശ്രീലക്ഷ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു. 13-ാം തീയതി കേക്ക് കട്ട് ചെയ്യുന്നു. അതെ, എക്സാം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല. അത് കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ വീണ്ടും എല്ലാവരും കൂടെ അടുക്കളയിലേക്ക് പോകുന്നു കേട്ടോ. മന്തിനെ ഒരു ഏകദേശം സെറ്റപ്പ് ആക്കിയായിരുന്നു. അത് ഞങ്ങളങ്ങ് പകർത്തുക. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഫുഡ് വെക്കാൻ പാത്രമില്ല എന്നുള്ളതാണ്. 2 ട്രിപ്പായിട്ട് വെച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ മന്തി ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റേ മൈക്രോവേവിൻ്റെ ഈ ഒരു ട്രേ ഉള്ളതുകൊണ്ട് നമ്മളതിനകത്ത് ഇട്ട് സെറ്റാക്കുകയാണ്. കാരണം വേറെ അധികം പ്ലേറ്റ് ഇല്ല. കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. കാണാൻ രസമുള്ള പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അതിന് അടുത്ത ട്രിപ്പിനുള്ളത് ഞങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങളൊരു പാത്രമൊക്കെ വാങ്ങിച്ചു കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം അല്ലാതെ പരിപാടിയൊന്നും നടക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് സെറ്റാക്കി സംസാരിച്ച് കഥയും പറഞ്ഞ് എക്സാമിന് റിസൾട്ട് എന്താ വരാത്തതെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മെയിൻ വിഷയം കേട്ടോ. കാരണം ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ ഏകദേശം വന്നു, ഞങ്ങളുടെ മാത്രം ഒരെണ്ണം മാത്രം വന്നിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തലകുലത്തെ പരിപാടികളൊക്കെ ആയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു. ഇതൊക്കെ വീഡിയോ വരും. അങ്ങനെ വീഡിയോ എടുക്കലും ഞങ്ങളുടെ എല്ലാ ഫോട്ടോ എടുക്കലും കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ആക്രമിക്കുകയായിരുന്നു. കാരണം എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. കപ്പ ബിരിയാണിയൊക്കെ ഞങ്ങൾ 4-4.5 കിലോ ആയിട്ടോ വാങ്ങിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കപ്പ ഇച്ചിരി ബാക്കി വന്നു. കാരണം എല്ലാവരും മന്തിയിലേക്കാണ് ആദ്യം പോയത്. അതുകൊണ്ട് ആർക്കും വയറുണ്ടായിരുന്നില്ല. എങ്കിലും ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിച്ച് കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. വല്ലപ്പോഴും ഇങ്ങനെ കൂടാറുള്ളൂ. പക്ഷെ കൂടുമ്പോൾ ഞങ്ങളെപ്പോഴും ഫുഡൊക്കെ വെച്ചിട്ടാണ് കൂടാറ്. കാരണം എല്ലാവരും മിസ് ചെയ്യും. ഞങ്ങളിപ്പോൾ കൂടിയില്ല, ഞങ്ങൾ ഫ്രണ്ട്സ് സർക്കിളിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചോദിക്കുക, അടുത്ത വട്ടം കൂടുമ്പോൾ എന്താ വെക്കുക, എന്താ ഉണ്ടാക്കുക, എന്താ കഴിക്കുക, ആരൊക്കെ എന്തൊക്കെ ഉണ്ടാക്കും. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇടയിൽ എപ്പോഴും ഉള്ള ചർച്ചകൾ കേട്ടോ. പിന്നത്തെ ഒരു ചർച്ചയാണ് ട്രിപ്പ് പ്ലാനിങ്. എപ്പോഴും ഉണ്ടെങ്കിലും അങ്ങനെ വല്ലപ്പോഴും ഒക്കെ നടക്കാറുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് അടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഞാനൊക്കെ സൈഡായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.